بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ذلك بأنه كانت تأتيهم رسلهم بالبينات فقالوا أبشر يهدوننا فكفروا وتولوا واستغنى الله والله غني حميد. വചനം 6. ذَلِكَ അത്, ബി അന്നഹു കാര്യം ആണ് എന്നതുകൊണ്ടാണ്, കാനത് തഅ്തീഹിം അവർക്ക് വന്നുകൊണ്ടിരുന്നു, ചെന്നുകൊണ്ടിരുന്നു, റുസുലുഹും അവരുടെ റസൂലുകൾ, ബിൽ ബയ്യിനാത്തി വ്യക്തമായവ കൊണ്ട്, തെളിവുകൾ കൊണ്ട്, ഫഖാലു എന്നിട്ടവർ പറഞ്ഞു, അബശറുൻ മനുഷ്യരോ, യഹ്ദൂനന നമ്മെ സന്മാർഗത്തിലാക്കുന്നു, ഫകഫറു അങ്ങനെ അവർ അവിശ്വസിച്ചു, വതവല്ലൗ അവർ തിരിഞ്ഞു കളയുകയും ചെയ്തു, വസ്തഗ്ന ധന്യത കാണിക്കുകയും ചെയ്തു, അനാശ്രയത കാണിക്കുകയും ചെയ്തു, ഐശ്വര്യമായി. അല്ലാഹു അല്ലാഹു വല്ലാഹു അല്ലാഹു ആകട്ടെ, ഗനിയുൻ ധന്യനാണ്, ഐശ്വര്യവാനാണ്, അനാശ്രയനാണ്, ഹമീദുൻ സ്തുത്യർഹനാണ്, സ്തുതിക്കപ്പെടുന്നവനാണ്. അതു ഇതുകൊണ്ടാണ്, അതായത് അവരുടെ റസൂലുകൾ വ്യക്തമായ തെളിവുകളുമായി അവരുടെ അടുക്കൽ ചെന്നിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, മനുഷ്യരോ നമുക്ക് മാർഗദർശനം നൽകുന്നു. അങ്ങനെ അവർ അവിശ്വസിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തു. അവരിൽ നിന്നും അള്ളാഹുവും ധന്യത കാണിച്ചു. ഇതാണ് കാരണം. അള്ളാഹു പരാശ്രയം വേണ്ടാത്ത ധന്യനും സ്തുത്യർഹനുമാണ്. زعم الذين كفروا أن لن يبعثوا قل بلى وربي لتبعثن ثم لتنبؤن بما عملتم وذلك على الله يسير. വചനം 7. സഅമ ജൽപ്പിച്ചു, വാദിച്ചു, പറഞ്ഞു, അല്ലദീന കഫറു അവിശ്വസിച്ചവർ, അല്ലൻ യുബ്അസു അവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നതേയല്ല എന്ന്, പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നതേയല്ല എന്ന്. ഖുൽ പറയുക, ബല ഇല്ലാതെ ഉണ്ട്, ഉവ്വ്, വറബ്ബി എന്റെ റബ്ബ് തന്നെയാണ്, ലതുബ്അസുന്ന നിശ്ചയമായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടും, സുമ്മ ലതുനബ്ബിഉന്ന പിന്നീട് നിങ്ങൾക്ക് വൃത്താന്തം അറിയിക്കപ്പെടും, നിശ്ചയം, ബിമാ അമിൽതും നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി, വദാലിക അത്, അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ, യസീർ നിസ്സാരമാണ്, എളുപ്പമുള്ളതാണ്. അവിശ്വസിച്ചവർ ജൽപ്പിക്കുകയാണ്, അവർ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നതേയല്ല എന്ന്. നബിയെ പറയുക, ഇല്ലാതെ എന്റെ റബ്ബ് തന്നെയാണ് സത്യം, നിശ്ചയമായും നിങ്ങൾ എഴുന്നേൽപ്പിക്കപ്പെടും, പിന്നീടു നിങ്ങൾ പ്രവർത്തിച്ചതിനെപ്പറ്റി നിങ്ങൾക്ക് വൃത്താന്തമറിയിക്കപ്പെടും. അത് അല്ലാഹുവിന്റെ മേൽ നിസ്സാര കാര്യമാകുന്നു. فآمنوا بالله ورسوله والنور الذي أنزلنا
والله بما تعملون خبير. വചനം 8. ഫആമിനു ആകയാൽ വിശ്വസിക്കുവിൻ, ബില്ലാഹി അല്ലാഹുവിൽ, വറസൂലിഹി അവന്റെ റസൂലിലും, വന്നൂരി പ്രകാശത്തിലും, അല്ലദീ അൻസൽന നാം ഇറക്കിയതായ, വല്ലാഹു അല്ലാഹു, ബിമാ തഅമലൂന നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി, ഖബീർ സൂക്ഷ്മമായറിയുന്നവനാണ്. ആകയാൽ അള്ളാഹുവിലും അവന്റെ റസൂലിലും നാം അവതരിപ്പിച്ചിട്ടുള്ള പ്രകാശത്തിലും നിങ്ങൾ വിശ്വസിച്ചു കൊള്ളുക. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. يوم يجمعكم ليوم الجمع ذلك يوم التغابن ومن يؤمن بالله ويعمل صالحا يكفر عنه سيئاته ويدخله جنات تجري من تحتها الأنهار خالدين فيها أبدا ذلك الفوز العظيم. വചനം 9. യൗമ യജ്മഉകും നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, ലിയൗമിൽ ജംഇ ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തേക്ക്, ദാലിക അതത്രേ, യൗമുത്തഗാബുൻ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം, ലാഭനഷ്ടം നോക്കുന്ന ദിവസം, വമൻ യുഅ്മിൻ ബില്ലാഹി ആർ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ, വയഅമൽ പ്രവർത്തിക്കുകയും, സാലിഹൻ സൽക്കർമ്മം നല്ലത്, യുകഫിർ അൻഹു അവനിൽ നിന്ന് മറച്ചുകൊടുക്കും മൂടിക്കൊടുക്കും, സയ്യിആതിഹി അവന്റെ തിന്മകളെ, വയുദ്ഖിൽഹു അവനെ പ്രവേശിക്കുകയും ചെയ്യും, ജന്നാത്തിൻ സ്വർഗങ്ങളിൽ, തജ്രി ഒഴുകുന്ന നടക്കുന്ന, മിൻ തഹ്തിഹ അതിന്റെ അടിയിൽ കൂടി, അൽ അൻഹാർ അരുവികൾ നദികൾ, ഖാലിദീന ഫീഹ അതിൽ സ്ഥിരവാസികളായ നിലക്ക്, ശാശ്വതവാസികളായ നിലക്ക്, അബദൻ എന്നെന്നും എക്കാലവും, ദാലിക്കൽ ഫൗസു അതത്രേ ഭാഗ്യം, അതു വിജയമത്രേ, അൽ അലീം മഹത്തായ വമ്പിച്ച. ഒരുമിച്ചു കൂട്ടുന്ന ആ ദിവസത്തേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം ഓർമ്മിക്കുക. അതത്രേ നഷ്ടം വെളിപ്പെടുത്തുന്ന ദിവസം. ആർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നുവോ അവനു അവന്റെ തിന്മകളെ അവൻ മറച്ചു പുറത്തു കൊടുക്കുന്നതാണ്. അടിഭാഗത്തു കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അവനെ പ്രവേശിപ്പിക്കുകയും ചെയ്യും. അതിൽ എന്നെന്നും സ്ഥിരവാസികളായ നിലയിൽ. അതത്രേ മഹത്തായ ഭാഗ്യം. അഞ്ച്, 6 വചനങ്ങളുടെ വിശദീകരണം. റസൂലുകൾ വേണ്ടത്ര തെളിവുകളുമായി ചെന്നിട്ടും അതൊന്നും വകവെക്കാതെ നമ്മെ നേർമാർഗത്തിലാക്കുവാൻ വന്നിരിക്കുന്നത് നമ്മെപ്പോലുള്ള മനുഷ്യരാണോ എന്ന് പറഞ്ഞ് അതെല്ലാം അവർ നിരസിച്ചു. അള്ളാഹുവിന്റെ ആശ്രയവും സഹായവും തങ്ങൾക്കാവശ്യമില്ലാത്ത നിലപാടാണ് അവർ സ്വീകരിച്ചത്. അള്ളാഹുവാകട്ടെ ആരുടെയും യാതൊരാശ്രയവും ആവശ്യമില്ലാത്ത ധന്യനുമാണ്. അവർ അവരുടെ പാട്ടിനു പോകട്ടെ എന്നുവെച്ച് അള്ളാഹു അവരെ പുറന്തള്ളുകയും ചെയ്തു. ഇതാണവർക്ക് വമ്പിച്ച നാശങ്ങൾ പിണയുവാൻ കാരണമായത്. 7-ാം വചനത്തിന്റെ വിശദീകരണം. മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരോട് ഇങ്ങനെ ശക്തിയായി ആണയിട്ട് ഉറപ്പിച്ചു മറുപടി പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുന്ന 3 തിരുവചനങ്ങളുള്ളതിൽ 3-ാമത്തേതാണ് ഈ വചനം. 1-ാമത്തേത് സൂറത്ത് യൂനുസ് 53-ലും 2-ാമത്തേത് സൂറത്തു സബഅ് 3-ലും കാണാം. വിഷയത്തിന്റെ ഗൗരവത്തെയാണിത് കുറിക്കുന്നത്.
രണ്ടാമതൊരു ജീവിതം നൽകൽ ഒരു അസാധ്യകാര്യമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒട്ടും തന്നെ പ്രയാസപ്പെട്ടതല്ല, വളരെ നിസ്സാരമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. 8-ാം വചനത്തിന്റെ വിശദീകരണം. ഖുർആനെ ഉദ്ദേശിച്ചാണ് ഇവിടെ അന്നൂർ അഥവാ പ്രകാശം എന്ന് പറഞ്ഞിരിക്കുന്നത്. അജ്ഞത, അസത്യം, ദുർമാർഗം ആദിയായ ഇരുട്ടുകളിൽ നിന്ന് ജ്ഞാനത്തിലേക്കും സത്യത്തിലേക്കും സന്മാർഗത്തിലേക്കും വെളിച്ചം നൽകുന്ന പ്രകാശമാണല്ലോ അത്.